കുറിച്ച് ഇമാമിങ്ങളുടെ നിലപാട് ഒന്നാണ്. അവരെ ഒഴിവാക്കുക, ഹുജ്റാനു അഹ്ലിൽ ബിദ്അ എന്നത് നമ്മളുടെ മുൻഗാമികൾക്ക് ഏകോപിച്ചിട്ടുള്ള അഭിപ്രായമാണ്. സഹോദരങ്ങളെ, ഞാൻ ഇതൊക്കെ പറഞ്ഞു തന്നത് ഈ ബിദ്അത്തുകാർ, സുന്നത്തിന്റെ ആളുകൾ എന്ന് പറയുന്നത് കേവലം ചില വാക്കുകളും അതൊന്നും നമ്മൾ ഗൗനിക്കേണ്ടതില്ല എന്നുമൊക്കെ കരുതി വിടേണ്ട വിഷയങ്ങളല്ല. മറിച്ച് ഒരു സുന്നിയായിരിക്കണമെന്നത്, ഞാൻ ഒരിക്കലും സുന്നത്തിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകരുത് എന്നത്, അതിലടിയുറച്ചു നിൽക്കേണ്ടവനാണ് ഞാൻ എന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും ബോധത്തെ പിടിച്ചു കുലുക്കേണ്ട ചിന്തയാണ്. ഉറക്കത്തിൽ പോലും ബിദ്അത്തിന്റെ ആളുകളിലേക്ക് ചാഞ്ഞു പോകരുത് എന്നത് നമ്മളുടെ എല്ലാവരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യവുമായിരിക്കേണ്ടതും നമുക്ക് അനിവാര്യമാണ്. സഹോദരങ്ങളെ, ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ തൽബീസു ഇബ്ലീസ് എന്ന ഗ്രന്ഥത്തിൽ നമുക്ക് പറഞ്ഞു തരികയാണ് ആരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. വളരെ ചുരുക്കി അദ്ദേഹം പറയുകയാണ്, ഫഖദ് ബാന ബിമാ ദകർന അന്ന അഹ്ലസുന്നത്തി ഹുമുൽ മുത്തബിഊന വഅന്ന അഹ്ലൽ ബിദ്അത്തി ഹുമുൽ മുദ്ഹിറൂന ശൈഅൻ ലം യകുൻ ഖബ്ലു വലാ മുസ്തനദ ലഹു വലിഹാദാ ഇസ്തതറൂ ബിബിദ്അതിഹിം വലം യക്തും അഹ്ലുസുന്നത്തി മദ്ഹബഹും ഫകലിമതുഹും ളാഹിറ വമദ്ഹബുഹും മശ്ഹൂർ വൽആഖിബതു ലഹും. ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ അദ്ദേഹം ഹിജ്റ 500കളിൽ ജീവിച്ച മഹാനായ പണ്ഡിതനാണ്. അദ്ദേഹം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയേക്കാൾ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലയേക്കാൾ വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച് മരണപ്പെട്ട ഇമാമാണ് ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹു തആല. അദ്ദേഹം നമുക്ക് പറഞ്ഞു തരികയാണ്, നാം ഈ പറഞ്ഞ, അതായത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ആരാണ് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ, അതുകൊണ്ട് നമുക്ക് മനസ്സിലായി അന്ന അഹ്ലസുന്നത്തി ഹുമുൽ മുത്തബിഊൻ. അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ ആരാണ്? അവര് ഇത്തിബാ ചെയ്യുന്നവരാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്ത് കണ്ടു, അതെടുത്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഹാബത്ത് എങ്ങനെ ചലിച്ചു, അങ്ങനെ സഞ്ചരിച്ചു, അവരാകുന്നു അഹ്ലുസുന്നത്തി വൽ ജമാഅ. നമ്മളൊന്ന് കണ്ണോടിച്ചു നോക്കൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്തുകൾ സ്വീകരിച്ചതിന്റെ പേരിൽ അഹ്ലുസുന്നയെ കളിയാക്കുന്ന ആളുകളുടെ എണ്ണം ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും. നീളമുള്ള താടിയെ കുറവാക്കുന്ന ആളുകൾ, ചില പള്ളി മെമ്പറുകളിൽ ഉയർന്നു കേട്ട ശബ്ദം, ഒരുപാട് ആളുകളെ കൊന്ന അജ്മൽ കസബിനും ഉണ്ടായിരുന്നു താടി എന്നാണ്. അജ്മൽ കസബിന് താടിയില്ല എന്നത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ഏതായാലും കളവ് പറഞ്ഞ് നാവിനത് ശീലമായി പോയതിൻ്റെ പേരിലായിരിക്കാം അജ്മൽ കസബിന് താടി ഉണ്ടായിരുന്നു, ഈ താടി കണ്ട് വഞ്ചിതരാകണ്ട എന്ന രൂപത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ താടിയെക്കുറിച്ച്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താടിയെക്കുറിച്ച് സംസാരിക്കുന്ന ഖതീബുമാർ ഉള്ള നാട്ടിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. സഹോദരങ്ങളെ, ഏതായാലും ഹുമുൽ മുത്തബിഊൻ, അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ ഇത്തിബാ ചെയ്യുന്നവരാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ യഥാവിധി പാലിച്ചുകൊണ്ട് മുന്നേറുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. വഅന്ന അഹ്ലൽ ബിദ്അതി, അതുപോലെ ബിദ്അത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ ഹുമുൽ മുദ്ഹിറൂന ശൈഅൻ, അവർ ചില ആളുകളാണ്. അവരെന്താണ് പ്രകടമാക്കുന്നത്? ശൈഅൻ ലം യകുൻ ഖബ്ലു, മുൻപുണ്ടായിരുന്നതല്ലാത്ത. ഏതാണ് ഈ മുൻപ്? 1900 1800 1600 അല്ല, മറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടവും സ്വഹാബത്തിന്റെയും താബിഈങ്ങളുടെയും കാലഘട്ടം. ഖൈറുൻ നാസി ഖർനി സുമ്മ അല്ലദീന യലൂനഹും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നന്മയുണ്ടെന്ന് പഠിപ്പിച്ചു തന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിനറിയാത്ത ചിലതും കൊണ്ട് അതിനെ പ്രകടിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ, അവരാണ് അഹ്ലുൽ ബിദ്അ. ഈ ഒരു താരീഫ് എത്ര എളുപ്പമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തും എന്താണോ പഠിപ്പിച്ചത് അത് മാത്രം കൊണ്ട് നടക്കുന്നവർ അഹ്ലുസ് സുന്ന. അതല്ലാത്ത പുതിയതൊന്നും കൊണ്ട് നടക്കുന്നവർ അഹ്ലുൽ ബിദ്അ. ഞാൻ ആ വിഷയത്തിലേക്ക് കിടക്കല്ല, മറിച്ച് ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മളെ നാട്ടിൻ്റെ നബിദിനം മുമ്പുണ്ടോ? മുമ്പുണ്ട്. എന്ന് മുതൽ ഹിജ്റ 600-ന് ശേഷമോ 300-ന് ശേഷമോ?
അതിനു മുമ്പില്ല. അപ്പോൾ 3 നൂറ്റാണ്ടിന് മുമ്പില്ല. അങ്ങനെ ഇല്ലാത്തൊരു കാര്യവും കൊണ്ട് നടക്കുന്ന ആളുകൾ, അവരെ പറയാവുന്ന പേരെന്താണ്? അഹ്ലുൽ ബിദ്അ. ഇതൊരു കാര്യം മാത്രമാണ്, ഒരു കൂട്ടരുടെ കാര്യം മാത്രമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലെ കളിയാക്കുന്ന ആളുകൾ, അവരെക്കുറിച്ച് നമുക്ക് എന്താ പറയാനുള്ളത്? ഇത് തന്നെയാണ് പറയാനുള്ളത്. അറിഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ കളിയാക്കുന്ന ആളുകൾ അവർ കുഫ്റാണ് ചെയ്തിട്ട്, അവർ കാഫിറുകളാണ്. മറിച്ച് അത് ചെയ്യാത്ത, അതുപോലെ തന്നെ അതിനാക്ഷേപിക്കുന്ന മറ്റു രൂപത്തിൽ അതിനേക്കാൾ താഴ്ന്ന ലെവലിലുള്ള ആളുകൾ അവർ ഏതായാലും മുബ്തദിഅകളാണ് എന്ന വിഷയത്തിൽ ഒരു സംശയവുമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ നേരെ കളിയാക്കുന്നവരാണെങ്കിൽ അവരേതാണ്? അവർ കാഫിറുകളും ആണ്. സഹോദരങ്ങളെ, എന്നിട്ടോ ലം യകുൻ ഖബ്ലു വലാ മുസ്തനദ ലഹു, അതുപോലെ തന്നെ അവർക്ക് തെളിവ് പിടിക്കാനൊരു തെളിവുമില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നടക്കുന്നവർ. ഇത് അന്നത്തെ കാലഘട്ടത്തെക്കുറിച്ച് പറയുകയാണ്. അതിനാലാണ് അവർ അവരുടെ ബിദ്അത്തും കൊണ്ട് ഒളിച്ചു പാത്ത് നിന്നത്. എന്നാൽ ഇന്ന് സുന്നത്ത് ബിദ്അത്തായി, ബിദ്അത്ത് സുന്നത്തായി. ഇന്നെന്തായി? സുന്നത്തിന്റെ ആളുകളെ കാണാൻ കിട്ടാതായി. ബിദ്അത്തിന്റെ ആളുകൾക്ക് അവർക്കായി സ്ഥാനവും മാനവും. അങ്ങനെ അവർ അതും കൊണ്ടിപ്പോൾ നേരെ തിരിച്ച് അവർ അതും കൊണ്ട് പ്രകടിപ്പിക്കുകയാണ്. അതായത് മുന്നൊക്കെ മോശം കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു നാണക്കേടായിരുന്നു, ആളുകളുടെ മുന്നിൽ എങ്ങനെ കാണിക്കാം. ഇന്നത് നേരെ തിരിച്ചാണ്. മോശം കാര്യം ചെയ്യാത്തവനാണെന്ന് മോശക്കാരൻ. ആ രൂപത്തിൽ ബിദ്അത്തുകളെ പ്രകടിപ്പിക്കുന്ന രൂപത്തിലേക്ക് ആളുകൾ മാറി. എന്നാലോ വലം യക്തും അഹ്ലുസ് സുന്നത്തി മദ്ഹബഹും, എന്നാൽ അഹ്ലുസ് സുന്ന ഒരിക്കലും അവരുടെ മദ്ഹബ് ഒളിപ്പിച്ചു വെച്ചിട്ടില്ല. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ മദ്ഹബ് ഒരിക്കലും ഒളിപ്പിച്ചു വെച്ചതല്ല. അത് ഈ കാലഘട്ടത്തിലുമല്ല, ആ കാലഘട്ടത്തിലുമല്ല. അതുപോലെ തന്നെ ഫകലിമതുഹും ളാഹിറ, അവരുടെ സംസാരം അത് വ്യക്തമാണ്, അവരുടെ വർത്തമാനം, അവരുടെ കാര്യങ്ങൾ അത് വ്യക്തമാണ്. വമദ്ഹബുഹും മശ്ഹൂർ, അവരുടെ മദ്ഹബ് അത് പ്രസിദ്ധമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹബ്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും മദ്ഹബ്, അതുപോലെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെയും അങ്ങനെ ഇങ്ങോട്ട് സ്വഹാബത്തിന്റെയും താബിഈങ്ങളുടെയും തബഉ താബിഈങ്ങളുടെയും സലഫുസ് സാലിഹീങ്ങളുടെ മദ്ഹബ് അന്ന് മുതൽ ഇങ്ങോട്ട് മശ്ഹൂറുൻ, അത് പ്രസിദ്ധമാണ്. അത് ഏതെങ്കിലും നാട്ടിൽ കൊണ്ടുവരുമ്പോൾ ഇതേതാണെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. റസൂലുള്ളാഹി ഇങ്ങനെയാണ് ചെയ്തത് സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹാബത്ത് ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനെ ആളുകൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. വൽ ആഖിബതു ലഹും, അവർക്കാകുന്നു അന്തിമ വിജയം, അവർക്കാകുന്നു അന്തിമ വിജയം. ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് എന്നിട്ട് അതിനുശേഷം അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് എടുത്തു കൊടുക്കുകയാണ്. ഏതാണ് ആ ഹദീസ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി സൗബാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുകയാണ്. എന്താണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മതി ളാഹിരീന അലൽ ഹഖ് ലാ യദുർറുഹും മൻ ഖദലഹും ഹത്താ യഅതി അംറുല്ലാഹ് വഹും കദാലിക്. എന്താണ് അവരുടെ അവസ്ഥ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരു കൂട്ടർ എൻ്റെ ഉമ്മത്തിലുണ്ടാകും, ഒരു കൂട്ടർ എൻ്റെ ഉമ്മത്തിലുണ്ടാകും. അവരെന്തായിരിക്കും? അവർ ഹക്കുമായി മുറുകെ പിടിച്ചുകൊണ്ട് ളാഹിരീൻ, അവർ പ്രകടമായിരിക്കും. ളാഹിരീന അലൽ ഹഖ് ലാ യദുർറുഹും മൻ ഖദലഹും, അവരെ വഞ്ചിക്കുന്ന ആളുകൾക്ക് അവരെ ഉപദ്രവിക്കാൻ സാധിക്കുകയില്ല. വഞ്ചിക്കുന്ന ആളുകൾക്ക് ഒരു ഉപദ്രവവും അങ്ങോട്ട് ചെയ്യാൻ സാധിക്കുകയില്ല. ഹത്താ യഅതി അംറുല്ലാഹ്, അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്നത് വരെ. അതായത് അവസാന കാലഘട്ടത്തിൽ ഉലമാക്കൾ നമുക്ക് പറഞ്ഞു തന്നു, അവസാന കാലഘട്ടത്തിൽ ഒരു കാറ്റ് വരാനുണ്ട്. ആ കാറ്റതാ കിഴക്ക് നിന്ന് അടിച്ചു വീശുന്ന ആ കാറ്റ് ഓരോ മുഅ്മിനീങ്ങളുമായി അവരുടെ റൂഹുകളുമായി കടന്നുപോയി കളയും. അങ്ങനെ ഒരു മുഅ്മിൻ ഒരു മലയുടെ ഉള്ളിലാണെങ്കിൽ പോലും അവിടെ നിന്ന് അവൻ്റെ റൂഹിനെ ആ കാറ്റ് പിടിച്ചു കൊണ്ടുപോകും. അന്ന് വരെ ഈ ഒരു തായിഫ അത് നിലനിന്നുകൊണ്ടേയിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുന്നു. അതിനാൽ വൽ ആഖിബതു ലഹും, അവർക്ക് തന്നെയാകുന്നു അന്തിമ വിജയം. നാളെ പരലോകത്ത് യൗമ തബ്യദ്ദു വുജൂഹും വതസ്വദ്ദു വുജൂഹ്, ചില മുഖങ്ങൾ വെളുക്കുകയും
ചില മുഖങ്ങൾ കറുക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഇമാമിയങ്ങൾ പറഞ്ഞു തന്നു, അത് എന്നാൽ അന്ന് മുഖം വെളുത്ത ആളുകൾ അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്താണ്, മുഖം കറുത്തു പോയ ആളുകൾ അത് ബിദ്അത്തിന്റെ ആളുകളാണെന്ന് റസൂലുള്ളാഹി നമുക്ക് ഇമാമിയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമിൽ നിന്നും നമുക്ക് പറഞ്ഞു തരികയാണ്. സഹോദരങ്ങളെ, അതിനാൽ ബിദ്അത്തിന്റെ ആളുകളിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതുണ്ട്, സുന്നത്തിന്റെ ആളുകളോടൊപ്പം ചേരേണ്ടതുണ്ട്. ഇന്ന് നമുക്ക് പറയാനുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന ഈ സംഘത്തിന് പറയാനുള്ള ആകെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ബിദ്അത്തിന്റെ ആളുകളെ ഒഴിവാക്കണം, സുന്നത്തിന്റെ ആളുകളോട് ചേർന്ന് നിൽക്കണം. അവർ എണ്ണത്തിൽ കുറവായിരിക്കാം, ദുർബലരായിരിക്കാം, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം, അത്വായിഫത്തുൽ മൻസൂറ, സഹായിക്കപ്പെടുന്ന കക്ഷി, വിജയിച്ച കക്ഷി അവർ മാത്രമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നരകത്തിൽ നിന്നും രക്ഷപ്പെടുന്ന ആ കക്ഷി അൽ ഫിർഖത്തുൻ നാജിയ അവരവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, തിരിച്ചറിയേണ്ടതുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുമ്പോൾ പല ആളുകളും ഈ അവകാശവാദങ്ങളും കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അവരും പറയുന്നു അഹ്ലുസുന്നയാണ്, ഞങ്ങളും പറയുന്നു അഹ്ലുസുന്നയാണ്, മറ്റേ ടീമും പറയുന്നു അഹ്ലുസുന്നയാണ്. ഇപ്പോൾ ഇതാ നോക്കൂ, സമസ്ത എന്ന് പറയുന്ന കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഞങ്ങളാണ് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പത്രമടിച്ചുകൊണ്ടും പേപ്പറിലും പോസ്റ്ററിലും അടിച്ചുകൊണ്ട് നടക്കുന്ന, പ്രസംഗങ്ങളിൽ തോരാതെ പ്രസംഗിക്കുന്ന ആളുകളാണ് സമസ്ത വിഭാഗത്തിലെ 8 or 10 അതല്ലെങ്കിൽ അതിലധികമോ ഉള്ള കക്ഷികളെല്ലാം ഇതും പറഞ്ഞു നടക്കുന്നവരാണ്. ഉദാഹരണത്തിന് EK സമസ്തക്കാർ പറയുന്നു നമ്മളാണ് യഥാർത്ഥ സമസ്ത അല്ലെങ്കിൽ അഹ്ലുസുന്ന. AP സമസ്തക്കാരോ അവർ പറയുന്നു ഞങ്ങളാണ് അഹ്ലുസുന്ന. കുരുവട്ടൂര് തരീഖത്ത് അവർ പറയുന്നു ഞങ്ങളാണ് അഹ്ലുസുന്ന. സംസ്ഥാനക്കാർ പറയുന്നു അവരാണ് അഹ്ലുസുന്ന. അതുപോലെ തന്നെ നമുക്ക് പേരറിയാത്ത ഒരുപാട് കക്ഷികളും അതുപോലെ തന്നെ വിഭാഗങ്ങളുമുണ്ട്, അവർ പറയുന്നു ഞങ്ങളാണ് അഹ്ലുസുന്ന. ആലുവ തരീഖത്തും അതുപോലെ പല തരീഖത്തുകളും അവരെല്ലാം പറയുന്നു ഞങ്ങളാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. എത്രത്തോളം എത്തിയെന്ന് പറഞ്ഞാൽ കുരുവട്ടൂരികൾ പോയി AP എന്ന് പറയുന്ന ആൾ അയാൾ തനിച്ച കള്ളനാണ് എന്ന് അവർ തന്നെ പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് നമ്മൾ സാക്ഷിയായതാണ്. അയാൾ തനിച്ച കള്ളനാണ് എന്നും മറ്റുമൊക്കെ നമ്മൾ പറയുന്നതിന് മുമ്പ് കുരുവട്ടൂരികൾ പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. യഥാർത്ഥത്തിൽ എന്താണ് ഈ അവകാശവാദത്തിൻ്റെ അവസ്ഥയെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്താണ് ഇതിൻ്റെ അവസ്ഥ? അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരാം. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അവൻ ഭൂരിഭാഗം വരുന്ന സാധാരണക്കാരെയും വഞ്ചിച്ചിട്ടുള്ള ഒരു വിഷയമാണ് നാട്ടിലെ പതിവുകൾക്കനുസരിച്ച് അങ്ങോട്ട് പോവുക എന്നത്. അവർ നശിച്ചു പോകാനുള്ള ഏറ്റവും വലിയ കാരണവും അതാണ്. എന്താണത്? അവരുടെ ഉപ്പ ഇങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ ഞങ്ങളുടെ ശീലം നാട്ടിലിങ്ങനെയായിരുന്നു, കാക്കകാർന്നന്മാരിങ്ങനെയായിരുന്നു. എന്നിട്ടോ 10-50 വർഷങ്ങൾ അവൻ ജീവിക്കും. അവൻ്റെ വാപ്പ ഉണ്ടായിരുന്നത് പോലെ ഞാനും അങ്ങോട്ട് ജീവിക്കുകയാണ്. ആ വാപ്പ സത്യത്തിലായിരുന്നോ അസത്യത്തിലായിരുന്നോ അവൻ നോക്കുകയില്ല, ശരിയിലായിരുന്നോ തെറ്റിലായിരുന്നോ അവൻ നോക്കുന്നില്ല, അന്വേഷിക്കുന്നില്ല, അവൻ നോക്കുന്നില്ല. എന്നാലോ യഥാർത്ഥത്തിൽ ഈ ഒരു തഖ്ലീദ് അത് യഥാർത്ഥത്തിൽ ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും അതുപോലെ ജാഹിലിയ കാലഘട്ടത്തിലെയും ആളുകളുടെ തഖ്ലീദാണ്. ഈ ആളുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. എന്നാൽ ഇന്നത്തെ മുസ്ലിമീങ്ങളും അതുപോലെ തന്നെ അല്ലെങ്കിൽ പിതാക്കന്മാരുടെ കാക്കകാർന്നന്മാരുടെ ചര്യകളെ പിന്തുടരുന്നു. ഇത് ഞാൻ പറഞ്ഞ എന്താ പറയുക, ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് മുസ്ലിങ്ങൾ ഭൂരിഭാഗവും സാധാരണക്കാർ അവരെന്ത് ചെയ്യുന്നു? കാക്കകാർന്നന്മാരുടെ പതിവുകളെ പിന്തുടരുകയാണ്. അവർ നശിക്കാൻ കാരണം അതാണ്. അവർ വാപ്പ ശരിയിലായിരുന്നോ തെറ്റിലായിരുന്നോ ഒന്നും അന്വേഷിക്കുന്നില്ല, വാപ്പ സത്യത്തിൻ്റെ മാർഗത്തിലായിരുന്നോ അല്ലേ എന്നൊന്നും അന്വേഷിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയുക, ഒരു വഹാബി വന്നിട്ട് എന്ത് ചെയ്തിരുന്നു? ഇവിടെ സ്റ്റേജ് കെട്ടി പ്രസംഗിച്ചിരുന്നു. എന്താണ് പ്രസംഗിച്ചത്? ആ കാക്കകാർന്നന്മാരുടെ മാർഗമൊന്നും പാടില്ല, അത് സ്വീകരിക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. സത്യത്തിൽ ഈ വാക്കുകൾ
ഞാൻ അറബി വായിക്കാതെ നേരെ തർജ്ജമ ചെയ്തതാണ്. നേരത്തെ പറഞ്ഞ ഹിജ്റ 500കളിൽ ജീവിച്ചിരുന്ന ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ അദ്ദേഹം തന്റെ തൽബീസു ഇബ്ലീസിൽ 351-ാമത്തെ പേജിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണത്. ഞാനിനി അതിന്റെ അർത്ഥം പറയുന്നില്ല. വഖദ് ലബ്ബസ ഇബ്ലീസു അലാ ജുംഹൂരിൽ അവാമി ബിൽ ജർയാനി മഅൽ ആദാതി വദാലിക മിൻ അക്സരി അസ്ബാബി ഹലാകിഹിം. ആദത്തുകളുടെ കൂടെ പോവുക എന്നതാണ്, പതിവുകളുടെ കൂടെ പോവുക എന്നതാണ് ഭൂരിഭാഗം സാധാരണക്കാരും നശിച്ചു പോകാനുള്ള ഏറ്റവും വലിയ കാരണമെന്ന് ആരാ പറയുന്നത്? ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അല്ല, അദ്ദേഹത്തിന് എത്രയോ മുമ്പ്. മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് എത്രയോ മുമ്പ് പറഞ്ഞ വാക്കുകളാണ്. എന്നിട്ടോ ഫമിൻ ദാലിക അന്നഹും യുഖല്ലിദൂന അൽ ആബാഅ വൽ ഇസ്ലാം ഫി ഇഅ്തിഖാദിഹിം على ما نشأوا عليه من العادة فترى الرجل منهم يعيش 50 سنة على ما كان عليه أبوه ولا ينظر أكان على صواب أم على خطأ. അതിൽ പെട്ടതാണ് ചില ആളുകൾ തൻ്റെ പിതാവിനെ, ഇസ്ലാമിൻ്റെ വിഷയത്തിൽ പിതാവിനെ അങ്ങോട്ട് എന്ത് ചെയ്യുന്നു? തഖ്ലീദ് ചെയ്യും, അങ്ങോട്ട് പിന്തുടരും. എന്നിട്ടോ അവൻ അങ്ങനെ ആ പതിവിലായിക്കൊണ്ട് ജീവിക്കും. 19 വർഷം അങ്ങോട്ട് ജീവിച്ചിട്ടും അവൻ അറിയുകയില്ല പിതാവ് ശരി തന്നെയായിരുന്നോ ചെയ്തിരുന്നത്, അതല്ല തെറ്റായിരുന്നോ എന്നൊന്നും അവൻ ഇപ്പോഴും തിരിഞ്ഞിട്ടുണ്ടാവില്ല. വയസ്സ് 50 കഴിഞ്ഞിട്ടുണ്ടാകും എന്നാരാ പറഞ്ഞത്? ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ തൽബീസു ഇബ്ലീസിൽ പറയുകയാണ്. ഇതല്ലാതെ മറ്റെന്താണ് സമസ്തക്കാർക്ക് പറ്റിയ കുഴപ്പം? കാക്കകാർന്നന്മാരിങ്ങനെയാണ് എന്നതല്ലാത്ത ഏത് ന്യായമാണ് അവർക്ക് സമർപ്പിക്കാനുള്ളത്? ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടില്ലല്ലോ. അതിനെന്താ? നൂറ്റാണ്ടുകളായി, വർഷങ്ങളായി കേരളത്തിൽ ഞങ്ങൾ ഇങ്ങനെയാണ്. ഇത് സഹാബത്തിന്റെ മാർഗമല്ലല്ലോ. അതിനെന്താ? എ.പി. ഉസ്താദ് നരകത്തിലാണെങ്കിൽ ഞങ്ങളും നരകത്തിലാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇങ്ങനെയായിരുന്നില്ല, പക്ഷെ എ.പി. ഉസ്താദ് ഇങ്ങനെയായിരുന്നു, കെ ഇങ്ങനെയായിരുന്നു. ഇതാണ് മറുപടിയെങ്കിൽ ഇതാ ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് അതിനുള്ള മറുപടി പറയുകയാണ്. ഭൂരിഭാഗം ആളുകളും തെറ്റിപ്പോകാനുള്ള, നശിച്ചു പോകാനുള്ള കാരണം അവരുടെ പിതാക്കളെ, കാക്കകാർന്നന്മാരെ പിന്തുടർന്നതായിരുന്നുവെന്ന് അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇനി കേൾക്കണോ? ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് പറയുന്ന വാക്കുകൾ. ഈ ആമ്മത്ത് നശിക്കാനുള്ള കാരണങ്ങൾ അതിൽപ്പെട്ടതാണ് ആ ആളുകളുടെ പതിവുകളെ പിന്തുടരുന്നത് എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുകയാണ്, വമിൻ ആദാതിഹിം, അവരെങ്ങനെ പിന്തുടർന്നുകൊണ്ട് പിഴച്ചുപോയ പതിവുകളിൽ പെട്ടതാണ്. ഈ വാക്കുകളൊന്ന് ശ്രദ്ധിക്കണം. ഞങ്ങളാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പോസ്റ്റർ ഒട്ടിക്കുന്നതിന് മുമ്പ് ഈ വാക്കുകളൊന്ന് കേൾക്കണം. എന്താണ് അദ്ദേഹം പറയുന്നത്? ഹിജ്റ 500കളിൽ 600 700 ഇമാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്ക്ക് മുമ്പാണ്. എത്രയോ മുമ്പ്, വർഷങ്ങൾക്ക് 100 200 300 വർഷങ്ങൾക്ക് മുമ്പ് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് പറയുകയാണ്, വമിൻ ആദാതിഹിം, അവരുടെ പതിവുകളിൽ പെട്ടതാണ് സിയാറത്തുൽ മഖാബിരി ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ. ശഅബാൻ പകുതിയിലെ രാവിൽ ഖബറുകൾ സന്ദർശിക്കാൻ പോകൽ. അവരുടെ വഴിപിഴക്കാൻ കാരണമായ പതിവുകളിൽ പെട്ടതാണ് ശഅബാൻ 15 രാവിൽ ഖബർ സന്ദർശിക്കാൻ പോകൽ. വൈഖാദിൻ നാരി ഇൻദഹാ, അതിൻ്റെ അടുക്കൽ വിളക്കുകൾ തെളിക്കൽ. ഇന്ന് ജീവിച്ചിട്ട് ഒരു വഹാബി പറയുന്നത് പോലെ എന്ന് പറയും ഉസ്താദ് കേട്ടാൽ. ഇത് ഞാൻ മലയാളത്തിൽ പറഞ്ഞാൽ എന്ത് പറയും? ഏതോ വഹാബി പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കിതാബിൽ പറയുക, വൈഖാദുൻ നാരി ഇൻദഹാ, അതിൻ്റെ അടുക്കൽ വിളക്ക് തെളിക്കൽ. വഖദി തുറാബിൽ ഖബ്രിൽ മുഅദ്ദമി, ആ ബഹുമാന്യനായ ഖബറിന്റെ അടുത്തുനിന്നുള്ള മണ്ണ് വാരൽ. കുറച്ചാൾ മുമ്പ് എ.പി. മദീനയിൽ പോയിട്ട് മുടിവെള്ളത്തിൻ്റെ കൂടെ കലക്കാൻ വേണ്ടി ഖബറിൽ നിന്ന് മണ്ണ് വാരിയ ചരിത്രം നമുക്കറിയാം. മണ്ണ് വാരിയെന്നല്ല, വാരിയെന്ന് പറഞ്ഞ ചരിത്രം. ഏതായാലും മണ്ണ് ഏതായാലും അവിടെ നിന്ന് കിട്ടൂല. ഏതായാലും കളവ് പറയുന്നതിൽ അവർക്കൊരു ലൈസൻസും ഇല്ല. അത് അവരുടെ ശിഷ്യന്മാരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഉസ്താദ് കളവ് പറയാണ്, ഉസ്താദ് കളവ് പറയാന്ന് പറയുന്നത്. ശരി, ഞാൻ പറയുന്നത് ഏതായാലും ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് എ.പി.നെ കണ്ടിട്ട് പറഞ്ഞതല്ല.
വർഷങ്ങൾക്ക് മുമ്പ് ഹിജ്റ 600കളിൽ ഇവരുടെയൊക്കെ തലതൊട്ടന്മാരായ ഷിയാക്കളും അതുപോലെയുള്ള ആളുകളും ചെയ്തു വെച്ച കാര്യങ്ങൾക്ക് എതിര് പറയുകയാണ് അദ്ദേഹം. അത്തരത്തിലുള്ള പതിവുകൾ ആരുടെ നാശത്തിന് കാരണമായി? സാധാരണക്കാരുടെ നാശത്തിന് കാരണമായി. ഖാല ഇബ്നു അഖീൽ. എന്നിട്ട് ഇമാം ഇബ്നുൽ ജൗസി റഹ്മഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ്ക്ക് ഏകദേശം 300 വർഷത്തിനോടടുത്ത് അതിനു മുമ്പുള്ള മനുഷ്യനാണ്. ഇബ്നു തൈമിയ്യയാണ് ഇതൊക്കെ കൊണ്ടുവന്നത് എന്നാണ് ഉസ്താദുമാർക്ക് പറയാനുള്ളത്. ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ്ക്ക് മുമ്പുണ്ടായിരുന്ന ഒരു ഇബ്നു തൈമിയ്യയാണ് ഇത് പറഞ്ഞത് എന്ന് വേണമെങ്കിൽ കൂട്ടിക്കോ. അതിനു മുമ്പ് ഓരോ ഇബ്നു തൈമിയ്യമാരും ഓരോ വർഷങ്ങൾക്ക് മുമ്പും ഉണ്ടായിരുന്നു. അങ്ങനെ സലഫുകളിലൊക്കെ നിങ്ങൾ ഈ പറയുന്ന ഇബ്നു തൈമിയ്യമാരുണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് സത്യം പറയുന്ന ആളുകൾ അതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹും അങ്ങനെ തന്നെ സത്യം പറഞ്ഞ ഒരാളാണ്. മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മഹുല്ലാഹും അതുപോലെ തന്നെ അതിനെ കോപ്പി പഠിച്ച, അതായത് അതുപോലെ തന്നെ പറഞ്ഞ ആളാണ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മഹുല്ലാഹും. ശരി, ഇബ്നുൽ ജൗസി റഹ്മഹുല്ലാഹ് പറയുകയാണ്, ഖാല ഇബ്നു അഖീൽ, അദ്ദേഹത്തിന് മുമ്പുള്ള പണ്ഡിതൻ ഇബ്നു അഖീൽ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ലമ്മാ ശഖ്ഖത്തി തകാലീഫു അലൽ ജുഹാലി വത്തഗാ, വിവരം കുറഞ്ഞ വിവരമില്ലാത്ത ജാഹിലുകളായ അതുപോലെ തന്നെ ജനങ്ങളിൽ ഭൂരിഭാഗം ആളുകൾക്കും ഈ നിസ്കാരവും നോമ്പൊക്കെ ഇങ്ങനെ പ്രയാസമായി കഴിഞ്ഞപ്പോൾ, അതങ്ങനെയാണല്ലോ. വർഷം മുമ്പ് മുഴുവനും നിസ്കരിച്ചിട്ടില്ലെങ്കിലും നബിദിനത്തിന് പങ്കെടുത്താൽ സ്വർഗത്തിലാണ്. വർഷം മുഴുവൻ നിസ്കരിച്ചിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, നബിദിനത്തിന് പങ്കെടുത്താൽ സ്വർഗത്തിലാണ്. വർഷം മുഴുവൻ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഖുത്ബിയത്ത് പാടിയാൽ ഓനെ സ്വർഗത്തിൽ കാരി പിടിച്ചുകൊണ്ടോയിക്കോളും. ഇന്നലെ നമ്മളുടെ സംസാര വിഷയമായിരുന്ന ഷെയ്ഖ് അബ്ദുൽ ഖാദിർ അൽ ജീലാനി പിടിച്ചുകൊണ്ടുപോകും എന്നാണ് ഈ വിശ്വാസം. എന്തായാലും ലമ്മാ ശഖ്ഖത്തി തകാലീഫു അലൽ ജുഹാൽ, വിവരമില്ലാത്ത ആളുകൾക്ക് ഇതൊക്കെ ഒരു പ്രയാസമായപ്പോൾ നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത് ഇതൊക്കെ ഒരു വിഷയമായി. ഇന്ന് നാട്ടിൽ പല ആളുകളും പാടിക്കൊണ്ട് നടക്കുന്ന പാട്ടുകൾ അങ്ങനെയാണ്. നിസ്കാരവും നോമ്പും കാര്യങ്ങളുമൊക്കെ ഒരുതരം വഴിപാടുകളാണ്, അതല്ലെങ്കിൽ വെറും യാന്ത്രികമായ കാര്യങ്ങളാണെന്നൊക്കെ ആളുകൾക്ക് മുമ്പിൽ കാഴ്ചവെക്കുന്ന തരത്തിലുള്ള ഗാനങ്ങളും പാട്ടുകളുമാണ് ഇന്ന് നാട്ടിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ ട്രെൻഡായിട്ടുള്ളത് എന്നത് വളരെയധികം അപകടം പിടിച്ച കാര്യമാണ്. ഏതായാലും അങ്ങനെ ഇതൊക്കെ പ്രയാസമായപ്പോൾ അദലു അൻ ഔദാഇ ശർഇ ഇലാ തഅദീമി ഔദാഇൻ വദഊഹാ ലിഅൻഫുസിഹിം, ശർഇന്റെ ഈ കെട്ടുപാടുകളൊക്കെ ഭേദിച്ച് അതൊക്കെ അങ്ങോട്ട് ഒഴിവാക്കി അവർ തന്നെ അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ ചില നിലപാടുകളും കാര്യങ്ങളിലേക്കും അവരതാ കടന്നു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഫസഹുലത് അലൈഹിം, അങ്ങനെ കാര്യങ്ങൾ അവർക്ക് എളുപ്പമായി. കാരണം ഇതൊന്നും വേണ്ട, ഇങ്ങനെ ഇരുന്നാൽ മതി. നിസ്കരിക്കാൻ പോകണോ? നിസ്കരിക്കേണ്ട, കാരണം ഞാൻ ഔലിയാണ്. എൻ്റെ ഞാൻ ഔലിയ ആയതുകൊണ്ട് 40, 20, 30 തടി ഉണ്ടാവും, അത് അവിടെയെങ്കിലും പോയി നിസ്കരിച്ചോളൂ, ഞാൻ ഇവിടെ സുഖമായിട്ടിരുന്നോണ്ട്. ഈ തരത്തിൽ കാര്യങ്ങൾ ഇടങ്ങേറായപ്പോൾ ജുമാക്ക് പോകുന്നത് വരെ പ്രയാസമായി. അപ്പം എന്തായി? ജുമാക്ക് പോവില്ല. അതുപോലെ തന്നെ നോമ്പ് പിടിക്കൽ ഇടങ്ങേറായി, നോമ്പ് പിടിക്കൂല. എന്നിട്ടോ ബാക്കിയുള്ളവരുടെ പ്രയാസം കണ്ട് അവരെ കൊണ്ട് നോമ്പ് കുറിപ്പിക്കും. ഞാൻ മാത്രം സുഖിച്ചാൽ പോരല്ലോ, എൻ്റെ അടിയാന്മാര്, അതായത് എന്നെ ആരാധിച്ചുകൊണ്ട് കിടക്കുന്ന ആളുകളുണ്ട്, അവർക്കും വേണ്ട സുഖം. നിങ്ങൾ നോമ്പ് മുറിച്ചോ, അവർ നോമ്പ് മുറിക്കാൻ തുടങ്ങി. ചില ഖുറാഫികളായ ആളുകളോട് ഞാൻ ചോദിച്ചു, നിങ്ങളിപ്പോൾ ഔലിയാക്കളാണെന്ന് പറഞ്ഞു കൊണ്ട് നടക്കുന്ന ആളുകൾ നിങ്ങളോട് നോമ്പ് മുറിക്കാൻ പറഞ്ഞാൽ മുറിക്കില്ലേ? മറുപടി പറഞ്ഞിട്ടില്ല. അതിന് മറുപടി അവർ പറഞ്ഞില്ല. മുറിക്കൊന്നും പറഞ്ഞില്ല, മുറിക്കില്ല എന്നും പറഞ്ഞില്ല. കാരണം മുറിക്കില്ല എന്ന് പറഞ്ഞാൽ കുരുത്തക്കേടാവും, മുറിക്കെന്ന് പറഞ്ഞാൽ നമ്മളെ ഉണ്ണി നാണം കെടും. അപ്പോൾ ഒന്നും പറയാത്ത അവസ്ഥയിൽ മുണ്ടാതെ നിന്നു. അങ്ങനെ അവർക്കതൊക്കെ എളുപ്പമായി. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ബാക്കിയുള്ളവരുടെ കൽപ്പനകൾ, അള്ളാന്റെ കൽപ്പന, റസൂലിന്റെ കൽപ്പന ഒന്നും നമുക്ക് വേണ്ട ആവശ്യമില്ല. നമ്മളുടെ കാര്യത്തിന് വേണ്ടി നമ്മൾ തന്നെ ഒരു രീതി അങ്ങോട്ട് ഉണ്ടാക്കുക, അതിലൂടെ അങ്ങോട്ട് പോകുക. അപ്പോൾ സുഖമാണ് കാര്യങ്ങൾ. ഇന്നിപ്പോൾ ഞാനിത് ചെയ്തു, നാളത് വേണ്ട, എളുപ്പമായി കാര്യങ്ങൾ. എന്നിട്ട് പറയുകയാണ് ഇബ്നു അഖീൽ റഹിമഹുല്ലാഹ് പറയുകയാണ്, വഹും കുഫാറുൻ ഇൻദി ബിഹാദിഹിൽ ഔദാ,
ഇന്നലെ മുതൽ തുടങ്ങിയതാണ് കുഫാർ കുഫാർ എന്നുള്ള വാക്കില്. ഇത് നമ്മൾ പറയുന്നതല്ല, നമ്മൾ വായിക്കുന്നതാണ്. നമ്മൾ എന്ത് ചെയ്യുന്നതാണ്? തൽബീസ് ഇബ്ലീസിൽ ഇബ്നു അഖീലിന്റെ കൗല് വായിക്കുന്നതാണ്. ഇത് ഇന്ന് എഴുതിയതല്ല, ഹിജ്റ 500കളിൽ എഴുതിയതാണ്. ആ വാക്കുകൾ ഇന്നും എടുത്ത് വായിക്കുന്നു. ഇന്നും ആ കിതാബുകൾ ഏത് ബുക്ക് സ്റ്റോളിൽ പോയാലും ചിലപ്പോൾ നമുക്ക് കിട്ടും. അതിപ്പോൾ നമുക്ക് വായിക്കാം. അദ്ദേഹം പറയുകയാണ്, വഹും കുഫാറുൻ ഇൻദി, അവർ എൻ്റെ അടുക്കൽ കാഫിറുകളാണ്. ബിഹാദിഹിൽ ഔദാഇ, ഈ കാര്യങ്ങൾ കൊണ്ട്. മിസ്ല, ഇനിയാണ് പറയാൻ പോകുന്നത്. ഏതാണ് ഈ കാര്യങ്ങൾ? ഏതാണ് ഈ കാര്യങ്ങൾ? മിസ്ല തഅദീമിൽ ഖുബൂർ, ഖബറുകളെ ഇങ്ങനെ ആദരിക്കൽ. മിസ്ല തഅദീമിൽ ഖുബൂർ, ഖബറുകളെ ആദരിക്കൽ. അതുകൊണ്ട് ഇവർ എന്താണ്? എൻ്റെ അടുക്കൽ കാഫിറുകളാണ്. വഇക്റാമിഹാ ബിമാ നഹ ശറഉ അൻഹു, ശറഉ വിലക്കിയ രൂപത്തിൽ അതിനോട് ആദരവ് കാണിക്കൽ. ഏതാണ് ആ ശറഉ വിലക്കിയ നിലക്ക് ആദരവ് കാണിക്കൽ? അപ്പോൾ ഉസ്താദ് വരും, ശറഉ വിലക്കിയ നിലക്ക് കാണിച്ചാലല്ലേ പ്രശ്നമുള്ളൂ. അത് പറയാതെ വിട്ടിട്ടില്ല. എന്താ അദ്ദേഹം പറഞ്ഞത്? മിൻ ഈഖാദിൻ നീറാനി, അവിടെ വിളക്ക് തെളിക്കൽ പോലെ. വിളക്കില്ലാത്ത മക്ബറ ഏതാന്ന് വെച്ചാൽ ഏതാ പറയാ? ഇവിടെ 2-3 മക്ബറകളുണ്ട്. അവിടെ വിളക്കില്ലാത്ത മക്ബറ ഏതാ? എണ്ണ നൈവേദ്യം ആയിട്ട് കൊടുക്കാത്തത് എവിടെ? ഏതാ മക്ബറ? അതുപോലെ തന്നെ ചെണ്ടയും ബാൻഡും അതുപോലെയുള്ള അതൊക്കെ ബാക്കി പിന്നെ ഇൻഷാ അല്ലാഹ് പറയും. അതൊന്നുമില്ലാത്ത മക്ബറ ഏതായാലും ഇമാമിന്റെ കൗലിലൂടെ നമുക്ക് സഞ്ചരിക്കാം. മിൻ ഈഖാദിൻ നീറാനി, നീറാൻ വിളക്ക് തെളിക്കൽ പോലെ. വതഖ്ബീലിഹാ, അതിനെ ഉമ്മ വെക്കൽ പോലെ. അല്ലേ, കണ്ടിട്ടില്ലേ? പത്തിങ്ങനെ പുതപ്പ് ഉമ്മ വെക്കാം. അതുകൊണ്ട് അവർ കാഫിറുകളാണ്. ആരാ പറഞ്ഞത്? ഇബ്നു അഖീൽ റഹിമഹുല്ലാഹ്. ആരാണ് അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിച്ചത്? ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ്. ഇതൊക്കെ കുഫ്റാണ്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് എഴുതിണ്ടാക്കിയതാണ്. ഇതൊക്കെ കുഫ്റാണെന്ന് തൈമിയാക്കളുടെ വാദമാണ്. ആരാണ് തൈമീനി? ഇബ്നുൽ ജൗസി. അദ്ദേഹം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ്ക്ക് മുമ്പ് 300 വർഷം മുമ്പ് ജീവിച്ച ഇബ്നുൽ ജൗസിയും തൈമിയാണ്. ഇനി ആരൊക്കെ തൈമികളെന്ന് ഹദീസുകളും ഖുർആനും എടുത്ത് നോക്കിയാൽ ആരൊക്കെ തൈമികളെന്ന് കൂടുതൽ വ്യക്തമാകും. ശരി. വതഖ്ബീലിഹാ വതഖ്ലീഖിഹാ, അതുപോലെ അതിനെ ഭംഗിയാക്കൽ. അല്ലാഹ് ഖബറുകളെ ഭംഗിയാക്കി. ഏതാണ് സുന്ദരമായ? ഇപ്പൊ പള്ളികൾ അലങ്കരിക്കുന്ന തത്രപ്പാടിലാണ് മുസ്ലിമീങ്ങൾ പലരും. അങ്ങനെ ഒരു അലങ്കാരം, പള്ളികൾ അധികമായി അലങ്കരിക്കുക എന്നത് അന്ത്യദിനത്തിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ്. എന്നാലോ അതിനേക്കാൾ മനോഹരമായി അവരതാ ഖബറുകളെ അലങ്കരിക്കുന്നു. അതുകൊണ്ട് അവർ കാഫിറുകളാണ്. ഇനിയോ അടുത്തതെന്താ? വഖിതാബിൽ മൗതാ ബിൽ അൽവാഹ്, ചില പലകകൾ കൊണ്ട് മരണപ്പെട്ടവരോട് അവർ സംസാരിക്കുന്നു. പലകൾ ഇങ്ങനെ എഴുതുക, എന്നിട്ട് അതെന്ത് ചെയ്യുക? അതവിടെ കൊണ്ടുവെക്കുക. അതുകൊണ്ട് ഇവർ കാഫിറുകളാണ്. ഹിജ്റ 500. അതുകൊണ്ട് ഇവർ കാഫിറുകളാണ്. ഏതുകൊണ്ട്? മരിച്ചവരോട് സംസാരിക്കുന്നത് കൊണ്ട്. ഇനിയോ അതുപോലെ അതിലതാ സ്ലിപ്പ് എഴുതിയിടുകയാണ്. അല്ലേ, നമ്മളവിടെ പേന കൊണ്ടുവെക്കലോ അതുപോലെ തന്നെ നേരിട്ട് പറയലുമാണ്. അന്ന് അതെന്തായിരുന്നു? അന്ന് എഴുതലായിരുന്നു. അതിലിങ്ങനെ എഴുതി വെക്കുകയാണ്. എന്താണ് എഴുതി വെക്കുന്നത്? യാ മൗലായ ഇഫ്അൽ ബി കദാ വകദാ, ഓ നേതാവേ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്തതാ. ഇങ്ങനെ പറയുന്നത് കൊണ്ട്, ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കാഫിറുകളാണവർ, ഒരു മുസ്ലിങ്ങളല്ല. ആരാ പറഞ്ഞത്? ഇബ്നു അഖീൽ റഹിമഹുല്ലാഹ്. ഏതാ കാലഘട്ടം? 460കളിൽ ജനിച്ച മഹാനായ പണ്ഡിതനാണ് അദ്ദേഹം. 460കളിൽ ജനിച്ച് 500കൾക്കുള്ളിൽ മരണപ്പെട്ട അദ്ദേഹത്തിൽ നിന്നും എഴുതിയതാരാണ്? ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ്. തൽബീസ് ഇബ്ലീസ് ഹിജ്റ 500കളിൽ തന്നെ ജീവിച്ച് മരണപ്പെട്ട ആളാണ്. അവർ പറയുകയാണ്, ഇങ്ങനെ അവരോട് സംസാരിക്കുന്നത് പേപ്പറിൽ എഴുതി ഇങ്ങനെ വെക്കുന്നത് കൊണ്ട് അവർ കാഫിറുകളാണ്. ഇനിയോ പോരാ, കഴിഞ്ഞിട്ടില്ല. തബറുക്കായി കൊണ്ട് അവിടെ നിന്ന് മണ്ണ് വാരുന്നവർ. കുറച്ചു ദിവസം മുമ്പ് ഒരാൾ രസകരമായ ഒരു കാര്യം പറഞ്ഞു. എന്താണ്? ഒരു ഖുറാഫി ആയിട്ടുള്ള ആളാണ്. അയാൾ പറയാണ്,
ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറും കാര്യങ്ങളൊന്നും വഹാബികളുടേതല്ലായിരുന്നെങ്കിൽ, വഹാബികളുടെ കയ്യിലല്ലായിരുന്നെങ്കിൽ, സുന്നികൾ എന്നവരിങ്ങനെ പറയാണ്, അത് നേരത്തെ പറഞ്ഞല്ലോ, ഇങ്ങനെ പോസ്റ്റർ ഒട്ടിക്കാനും പറയാനും സുന്നി എന്നുള്ള പേര് അവർ നല്ലോണം ഉപയോഗിക്കുന്നുണ്ട്. അവരെന്ത് ചെയ്തേനെ? അതായത് നമുക്കിങ്ങനെ അശ്അരികളെന്നോ സൂഫികളെന്നോ പറയാം. സൂഫികൾ എന്ത് ചെയ്തേനെ? അത് നക്കി തുടച്ച് കൊണ്ടുപോയേനെ. എന്തിനാണ്? തബറുക്ക് എടുക്കാൻ. അങ്ങനെ തബറുക്ക് എടുക്കുന്നവരാരാണ്? വഹും കുഫാറുൻ ഇൻദി, അവരെന്റെ അടുക്കൽ കാഫിറുകളാണ്. ആരാ പറഞ്ഞത്? ഇബ്നു അഖീൽ റഹിമഹുല്ലാഹു തആല. ഇനിയോ വൈഫാദത്തിത്തീബി അലൽ ഖുബൂർ, ഖബറുകൾക്ക് മുകളിൽ സുഗന്ധമൊഴിക്കൽ, വശദ്ദിർ റിഹാലി ഇലൈഹ, അതിലേക്ക് യാത്ര തിരിക്കൽ. അജ്മീർ, നാഗൂർ, മുത്തുപ്പേട്ട, അതുപോലെ തന്നെ ഏതൊക്കെ ഖബറുകളുണ്ട്. അപ്പൊ സുജൂദ് ചെയ്യുന്ന കഥയൊക്കെ കണ്ടാലുള്ള അവസ്ഥ എന്തായിരിക്കും? പൊന്മളയാണോണ് പണ്ട് ഒരു ഖബറിന് സുജൂദ് ചെയ്തതിൻ്റെ ഒരു കഷ്ണം അങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ടായിരുന്നു. ഖബറിന്റെ മുന്നിൽ പോയി സുജൂദ് ചെയ്യുക. അതൊക്കെ കണ്ടാൽ ഇവരെന്താ പറയുക? ഇബ്നു അഖീൽ റഹിമഹുല്ലാ അന്ന് ഉമ്മം വെക്കലും അതുപോലെ തന്നെ കത്തെഴുതി ലെറ്റർ ഇടലും ഒക്കെ ആയിരുന്നു. ഇന്നിപ്പോ അതെന്തായി? ഖബറിന്റെ അടുത്ത് പോയി ലെറ്റർ ഇട്ടവരെ കുറിച്ചാണ് ഇത് പറഞ്ഞത്. ഇത് കിലോമീറ്ററുകൾക്കതിരെ അകലെ ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ പോലും കേൾക്കാത്തത്ര ദൂരത്തിൽ ഇവിടെ നിന്ന് വിളിക്കുന്ന ആളുകളെ കുറിച്ച് എന്താ പറയാനുള്ളത്? ആ ആളുകളെ കുറിച്ച് ഇവർ അറിഞ്ഞിരുന്നെങ്കിൽ എന്താണ് അവർ പറയുക? വഹും കുഫാറുൻ ഇൻദി, അവരെന്റെ അടുക്കൽ കുഫാറുകളാണ്. ഇനിയോ പോരാ, തൊട്ടില്, നമ്മുടെ നാട്ടിലുള്ള പരിപാടിയാണ് തൊട്ടില് കെട്ടല്. അത് തൊട്ടില് കെട്ടാൻ കുട്ടിക്ക് തൊട്ടില് കെട്ടലല്ല, കുട്ടി ഉണ്ടാവാൻ വേണ്ടി തൊട്ടില് കെട്ടല്. അതായത് ഒരു മരമുണ്ട്, പാലക്കാടാന്ന് തോന്നുന്നു, അല്ലാഹു അലം, ഒരു മരം. ആ മരത്തുമ്പോ പോയി ഒരു തൊട്ടില് അല്ലെങ്കിൽ ഒരു തുണി കെട്ടിയാൽ അപ്പൊ എന്തായി? അവനക്ക് കുട്ടിനെ കിട്ടുന്നതാണ് വിശ്വാസം. അപ്പോഴോ അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നു, മരത്തുമ കൊണ്ടുപോയി തുണിയിടൽ. അതുകൊണ്ട് വഹും കുഫാറുൻ ഇൻദി, അവരുടെ അടുക്കൽ കാഫിറുകളാണ്. ആരാണ് പറയുന്നത്? ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ. തീർന്നില്ല, എന്നിട്ട് പറയുകയാണ്, ആരിൽ നിന്നാണ് ഇവരിത് പഠിച്ചത്? ഇതായിരുന്ന പഠിച്ചത്? ലാത്തയെയും ഉസ്സയെയും ആരാധിച്ചവരെ പിന്തുടർന്നുകൊണ്ട് എന്ന് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്. ഈ ആളുകളെ കുറിച്ച് നമ്മളെന്താ പറയേണ്ടത്? ഇവര് മുസ്ലിങ്ങളാണോ അല്ലേ എന്നുള്ളത് എവിടെ കൊണ്ടുപോയി ചർച്ച ചെയ്യണം? നമ്മൾ കിതാബൊക്കെ വെച്ചിട്ട് ചർച്ച ചെയ്യണം. ഇന്നലെ നമ്മൾ കേട്ടു അശ്അരികളെ കുറിച്ച്, അർത്ഥം തിന്നാൻ പാടില്ല, ലിഅന്നഹും ലൈസൂ ബിമുസ്ലിമീൻ, അവർ മുസ്ലിങ്ങളല്ല എന്ന് ഇമാമങ്ങൾ പറഞ്ഞത് നമ്മളെ വാക്കല്ല, അബൂ മുഫ്ലി ഉസ്താദിന്റെ വാക്കല്ല. അദ്ദേഹം പറഞ്ഞു എൻ്റെ വാക്കല്ലേ അല്ല. ഇനി ആർക്കെങ്കിലും അർത്ഥം തെറ്റായി വായിച്ചതാണെങ്കിൽ വേറെ സ്റ്റേജ് കെട്ടാം, വിളിച്ചു പറയാം അർത്ഥം തെറ്റിയിട്ടുണ്ട്. എന്താണ്? ഇന്നഹും ലൈസൂ ബിമുസ്ലിമീൻ എന്ന് പറഞ്ഞത് അങ്ങനെയല്ല, ഇങ്ങനെയാണ് എന്ന് വ്യാഖ്യാനിക്കണോ? വേറെ സ്റ്റേജ് അതും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാ വീണ്ടും പറയുന്നു, അർത്ഥം തെറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തിക്കോളൂ. എന്നിട്ട് പറയാണ് ഫയുസ്അലു, എന്നിട്ട് അവർ പറയുകയാണ്, ബിമൻ അബദല്ലാത വൽ ഉസ്സ വലാ തജിദു ഫീ ഹഉലാഇ മൻ യുഹഖിഖു മസ്അലതൻ ഫീ സകാത്ത് ഫയുസ്അലു അൻ ഹുക്മിൻ യൽസമുഹു വൽവൈലു ഇൻദഹും ലിമൻ ലം യുഖബ്ബിൽ മശ്ഹദ അൽ-കഹ്ഫി വലം യതമസ്സഹ് ബിആജുറത്തി മസ്ജിദിൽ മഅ്മൂനിയ്യ യൗമൽ അർബിഅ. അവരോട് സക്കാത്തിന്റെ കാര്യം ചോദിച്ചാൽ അവരെന്ത് ചെയ്യില്ല, അവർക്ക് അറിയില്ല എന്ന് പറയും. ഈ സാധാരണക്കാരായ മനുഷ്യന്മാരോട് സക്കാത്തിന്റെ എന്തെങ്കിലും മസാല ചോദിച്ചാൽ അദ്ദേഹം നമുക്ക് അറിയില്ല എന്ന് പറയും. അവരുടെ ഇടയിൽ പ്രശ്നം എന്താണെന്നറിയോ? അദ്ദേഹം പറയാണ്, വൽവൈലു ഇൻദഹും, അവരുടെ അടുക്കൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ലിമൻ ലം യുഖബ്ബിൽ മശ്ഹദ അൽ-കഹ്ഫ്, കഹ്ഫിന്റെ അടുത്ത് പോയിട്ട് ഉമ്മം വെക്കാത്തവർ, അതുപോലെ തന്നെ മസ്ജിദിൽ മഅ്മൂനിയ്യ അവിടെ ബുധനാഴ്ച പോയിട്ട് അവിടുത്തെ ഇഷ്ടികമ തൊടാത്തവർ, ഇതൊക്കെയാണ് അവരുടെ അടുക്കൽ പ്രശ്നങ്ങളായിട്ടുള്ളത്. സഹോദരങ്ങളെ, ഇത് ചെറിയൊരു വിവരണം മാത്രമാണ്. ഈ കുരുവട്ടൂരികളും അതുപോലെയുള്ള ആളുകളും ഒക്കെ പോയി അല്ലാഹു സുബ്ഹാനഹു വ തആലയേക്കാൾ വലുതായി CM മടവൂരിനെ വെച്ചപ്പോൾ അതിനെക്കുറിച്ച് കുഫറാണെന്ന് പറയുന്നവർ കാഫിറുകളാണെന്നതിൽ നമുക്ക് പ്രത്യേകിച്ച് സംശയങ്ങളൊന്നുമില്ല. ഇങ്ങനെയുള്ള വാദങ്ങൾ അത് കാഫിറുകളുടേതാണ്, അത് പറയുന്നവർ കാഫിറുകളാണ് എന്നതിൽ ആർക്കും സംശയമില്ല. ഇനി നമ്മളുടെ നാട്ടിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്താണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന മറ്റു ചില ആളുകളുമുണ്ട്. അതിൽപ്പെട്ടതാണ് തബ്ലീഗുകാർ. തബ്ലീഗ് ജമാഅത്ത് എന്ന് പറഞ്ഞുകൊണ്ട് 1926 കണ്ടുപിടിച്ച ഒരു മാർഗമുണ്ട്.
അങ്ങനെ ഒരു മാർഗം എങ്ങനെയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗമാകുന്നത്? 1926 ഒരാൾ ഒരു സ്വപ്നം കാണുന്നു. മുഹമ്മദ് ഇല്യാസ് കാന്തലവി എന്ന് പറയുന്ന ഒരു ഇന്ത്യക്കാരൻ സ്വപ്നം കാണുന്നു. അന്ന് മുതൽ അവരതാ പുതിയൊരു ത്വരീഖത്ത് തുടങ്ങുന്നു. ഇനി മുതൽ 3 ദിവസം നമുക്ക് അങ്ങോട്ട് പോകണം, 40 ദിവസം ഇങ്ങോട്ട് പോകണം, വർഷത്തിൽ ഇത്ര പ്രാവശ്യം 4 മാസം അങ്ങോട്ട് പോകണം എന്നവർ തീരുമാനിക്കുന്നു, സെറ്റപ്പാക്കുന്നു, യാത്ര പോകുന്നു. കുടുംബം എവിടെ, വീടെവിടെ, ഭാര്യ എവിടെ, കുട്ടികളെവിടെ, ഫോണെവിടെ? ഫോൺ പോലും ചിലർക്ക് ആ യാത്രയിൽ ബാധകമല്ല. അങ്ങനെ പോകുന്നു, തിരിച്ച് എപ്പോഴോ കയറി വരുന്നു, അപ്പോഴേക്കും അടുത്ത ജമാഅത്താകുന്നു. അങ്ങനെ പോകുന്നു. ആരാണ് ഈ പോകുന്നത്? ഒരു വിവരവുമില്ലാത്ത ആളുകൾ. ആ ആളുകൾ അങ്ങോട്ട് പോകുന്നു. എന്നിട്ട് എന്തെങ്കിലും വിളിച്ചു പറയുന്നു. ആരാണോ ഇന്ന് പുതിയതായി കൂടിയത്? ഇന്ന് നീ പറയും. എന്താണ് ഇന്ന് നീ പറയും? ഈ ചങ്ങായി അത്ഭുതപ്പെടും. ഞാൻ എന്ത് പറയാനാണ്? പറഞ്ഞോ, അങ്ങോട്ട് പറയന്നെ. അങ്ങനെ മൂപ്പർക്ക് തോന്നി അങ്ങോട്ട് പറയാ. അപ്പൊ ആളുകളൊക്കെ അല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്തൊക്കെ പറയാൻ നമുക്കറിയില്ല, ഞാൻ അതിൽ കൂടിയിട്ടില്ല. ഏതായാലും അവസ്ഥ ഇതാണ്. വിവരമില്ലാത്ത ആളുകളെ തോന്നിയതുപോലെ സംസാരിക്കാൻ അഴിച്ചുവിടുക എന്നത് ഏത് സലഫിന്റെ ആരുടെ നിലപാടാണ്? ഇന്ന ഹാദൽ ഇൽമ ദീനും ഫൻദുറു അമ്മൻ തഅഖുദൂന ദീനക്കും എന്ന് പഠിപ്പിച്ച മുൻഗാമികളുടെ പാതയാണോ ഇത്? അതുപോലെ തന്നെ മുൻഗാമികളുടെ പാതയാണോ 1926 സ്വപ്നത്തിന് ശേഷം വന്ന ഈ 3 ദിവസവും 40 ദിവസവും? അതാണ് അവരുടെ അടിസ്ഥാനം തന്നെ. 3 ദിവസവും 40 ദിവസവുമാണ് അവരുടെ അടിസ്ഥാനം തന്നെ. കഴിഞ്ഞ ദിവസം ദഅവത്തിന് വേണ്ടി ഒരു തബ്ലീഗിൽ ഒരു സാധാരണക്കാരനോട് സംസാരിച്ചപ്പോൾ അയാൾ പറയുകയാണ്, നിങ്ങളുടെ ഈ പറയുന്ന തൗഹീദിനേക്കാളും ഉഷാർ തൗഹീദാണ് നമ്മളുള്ളത്, അല്ലെങ്കിൽ തബ്ലീഗിൻ്റെ തൗഹീദാണ് സൂപ്പർ, അതായത് കൂടുതൽ. അപ്പോൾ ഞാൻ ഇതെന്താ സംഭവം? പുതിയതാണുള്ള അറിവ്. തൗഹീദ് ഇത്രയും കടുപ്പ ആർക്ക്? തബ്ലീഗ് എന്ന് പറഞ്ഞാൽ തൗഹീദിനെ കുറിച്ച് തന്നെ പറയാത്ത ആൾക്കാരാണ്. ആ ആളുകളുടെ കയ്യിലാണ് കടുത്ത തൗഹീദ് ഉള്ളത്. അതേതാണ് തൗഹീദ്? അപ്പോൾ പറയാണ് സ്വർണത്തിൻ്റെ കാളക്കുട്ടി ഉണ്ടാക്കിയ ഷിർക്ക്, സ്വർണത്തിൻ്റെ ബിസ്ക്കറ്റ് ഉണ്ടാക്കിയ അത് ഷിർക്കല്ലല്ലോ. അല്ല. അപ്പോൾ നിങ്ങളെ തൗഹീദ് പൊളിഞ്ഞില്ലേ? നേരത്തെ കാളക്കുട്ടിനുണ്ടാക്കി അതേ സ്വർണം തന്നെ ബിസ്ക്കറ്റാക്കി കൊണ്ടുവന്നപ്പോൾ ഗുണമുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? മനസ്സിലായോ? ഇത്തരത്തിലുള്ള പോയത്തരങ്ങൾ മുസ്ലിമീങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് അത് തൗഹീദാണെന്ന് പറയുന്ന, ഭക്ഷണം കഴിക്കുന്നത് എന്തിനാണ്? അതിങ്ങനെ ഒരു പതിവാണ്. ഭക്ഷണം കഴിക്കുന്നത് വിശപ്പ് മാറാനാണെന്ന് വിശ്വസിച്ചാൽ ഓ മുശ്രിക്കായി എന്ന് പറയുന്ന തബ്ലീഗുകാരന്റെ തൗഹീദ് എത്രമാത്രം അബദ്ധജടിലമാണ്. ഭക്ഷണം കഴിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അതിങ്ങനെ തിന്നുന്നതാണ്. അപ്പോൾ കണ്ടപ്പോഴും തോന്നി, കാരണം വിശപ്പ് മാറിയ നിർത്തണം എന്നറിയില്ല. വിശക്കുമ്പോൾ തിന്നാനാണ്, വിശപ്പ് മാറാനാണ് തിന്നണത് എന്നുള്ള അറിവുണ്ടെങ്കിലാണ് എന്ത് ചെയ്യുക? വിശപ്പ് മാറുമ്പോൾ നിർത്തുക. പക്ഷെ എന്താണ്, ഇത് ആളുകളൊക്കെ ഇങ്ങനെ തിന്നുന്ന ഒരു സംഭവമാണ്, അതുകൊണ്ട് നമ്മളും തിന്നുന്നു. ഇതാണ് ഇതിനെക്കുറിച്ചുള്ള വിശ്വാസം. അതെല്ലാം വിശപ്പ് മാറാനാണെന്ന് വിശ്വസിച്ചാൽ ഓ മുശ്രിക്കും കാഫിറുമായി. ആരുടെ വിശ്വാസപ്രകാരം? തബ്ലീഗുകാരൻ്റെ വിശ്വാസപ്രകാരം. എന്നിട്ടോ ഇതൊന്നും പറയാതെ തൗഹീദ് നമ്മൾ പറയൂല, ഷിർക്ക് നമ്മൾ പറയും. കാരണം ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാരെന്താ പറയാ? മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുമോ? നമ്മളുടെ ഇമാമിങ്ങൾ പറഞ്ഞതുപോലെ ആരെങ്കിലും സൂഫികളുടെ കൂടെ നടന്നാൽ ഓനെ പിന്നെ ഒരു വിഡ്ഢിയായിട്ടാണ് കാണാൻ കഴിയുക. ഇത്തരത്തിലുള്ള തൗഹീദും ഷിർക്കും ആളുകളെ പഠിപ്പിച്ചുകൊണ്ട് ആളുകൾക്കിടയിലൂടെ വെള്ളവസ്ത്രവും അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ വേഷവും മാത്രം കൈമുതലാക്കിയ ചില ആളുകളുണ്ട്. കള്ളക്കഥകളും കെട്ടിച്ചമച്ച ഹദീസുകളും അടിസ്ഥാനമായി കൊണ്ടു നടക്കുന്ന ആളുകൾ, ജമാഅത്ത് തബ്ലീഗ് എന്നറിയപ്പെടുന്ന ഈ ആളുകൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് പറയാൻ ഒരു മടിയുമില്ലാത്തവർ. ആരാണോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വ മഖഅദഹു മിനൻ നാർ, ആരാണോ എൻ്റെ പേരിൽ മനഃപൂർവ്വം കളവ് പറഞ്ഞത് അവൻ അവൻ്റെ സ്ഥാനം നരകത്തിൽ ഉറപ്പിച്ചു വെക്കട്ടെ എന്ന് പറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ മൗദൂആയ മുൻകറായ ഹദീസുകൾ അത് ഒരു ഉളുപ്പുമില്ലാതെ പറഞ്ഞു നടക്കുന്ന ആളുകൾ. എന്നിട്ട് അവർ പറയുകയാണ് നമ്മളാണ് സത്യത്തിൻ്റെ ആളുകൾ. സഹോദരങ്ങളെ, അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള വിശ്വാസത്തിനെ കുറിച്ച് ഒന്നും തന്നെ അറിയാത്ത ആളുകൾ. ചില ആളുകളോട് നമ്മൾ ചോദിക്കും, തബ്ലീഗിൽ ഒരുപാട് ഉസ്താദായിട്ടുള്ള ആളുകൾ,
അവരോട് നമ്മൾ ചോദിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെയാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന അടിമ സ്ത്രീയോട് ചോദിച്ച ചോദ്യമാണ്. ആ സ്ത്രീ ഉത്തരം പറഞ്ഞു, ഫിസ്സമ, ആകാശത്തിലാണ്. ആ ചോദ്യം തബ്ലീഗുകാരനായ ഉസ്താദിനോട് ചോദിച്ചപ്പോൾ ഇങ്ങനെ നെഞ്ചു മുതൽ ഇങ്ങനെ തൊടവാൻ തുടങ്ങി. കാരണം എവിടെയാണെന്ന് പിടിക്കാൻ പറ്റണില്ല. ഉള്ളിലാണെന്നറിയാം, പക്ഷേ എവിടെയാണെന്ന് ഇപ്പം ഇങ്ങനെ കാണുക. അങ്ങനെ കൂടുള്ള ആൾക്ക് എന്താണ്, ഈ ചന്ദനം ചാരിയ ചന്ദനം മണക്കുന്ന അറിയാമല്ലോ, അത്ര കച്ചവടത്തിലും മറ്റുള്ളൊക്കെ നമ്മളായിട്ട് കുറച്ച് ബന്ധമുള്ളതുകൊണ്ട് കൂടുള്ള ആൾ ഉസ്താദിനെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് മുകളിലേക്ക്. അപ്പോൾ ഉസ്താദ് എന്തായി, നെഞ്ചും വന്ന് ഇങ്ങനെ വിട്ട് നേരെ മുകളിലേക്ക് കയറാണ്. അപ്പോൾ അപ്പോഴാണ് മൂപ്പര് പഠിച്ചത് എന്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല മുകളിലാണ് എന്ന്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിസ്സമാ എന്ന അടിസ്ഥാനപരമായ ആശയം പോലും ആദർശം പോലും അറിയാത്ത, അതിനെക്കുറിച്ചൊരു വിവരവുമില്ലാത്ത ആളുകൾ ഉസ്താദുമാരായ ഒരു കൗമിനെ കുറിച്ച്, അതിലെ ശിഷ്യന്മാരെ കുറിച്ച് നമുക്ക് എന്താണ് പറയാനുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അപകടത്തിന്റെ കുഴിയിൽ നിന്നും മുഅ്മിനീങ്ങളായ, സത്യം ആഗ്രഹിക്കുന്ന മുഅ്മിനീങ്ങളെ മനുഷ്യന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷിക്കുമാറാകട്ടെ. ആമീൻ. സഹോദരങ്ങളെ, അതുപോലെ തന്നെ ഒരുപാട് പാർട്ടികൾ, കക്ഷികൾ നമ്മളുടെ നാട്ടിലുണ്ട്. ജമാഅത്തെ ഇസ്ലാമി അതിനൊരു ഉദാഹരണമാണ്. ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചാണ് ഞാൻ നേരത്തെ ഷിയാക്കളെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത്. ആ ഷിയാക്കൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ, ഷിയാക്കളുടെ രാജ്യം എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ, അവർ എന്തെങ്കിലും ചെയ്താൽ അതിൻ്റെ കൂടെ നിൽക്കാൻ, ഇറാൻ എന്തെങ്കിലും ചെയ്താൽ അത് വലിയ വിപ്ലവമാക്കാൻ, ഖുമൈനിയുടെ വിപ്ലവം അത് വലിയ സംഭവമാക്കാൻ വേണ്ടി പാടുപെടുന്ന ചില ആളുകൾ നമ്മളുടെ നാട്ടിലുണ്ട്. ഇസ്ലാമിക് ബ്രദർഹുഡ് എന്ന് അറിയപ്പെടുന്ന ഈ അടുത്തിതാ അവസാനം ജോർദാനിൽ അവരുടെ സ്ഥാപനങ്ങൾ മുഴുവൻ കത്തിക്കുകയും അവരെ നാട്ടിൽ നിന്നും റദ്ദ് ചെയ്യുകയും ചെയ്തു, ബാൻ ചെയ്യുകയും ചെയ്തു. അതിനു മുമ്പ് സൗദി അറേബ്യ തീവ്രവാദത്തിന്റെ ബന്ധവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക് ബ്രദർഹുഡിനെ ബാൻ ചെയ്തു. ആ ആളുകൾ അവരുടെ ഇന്ത്യൻ പതിപ്പായ ജമാഅത്തെ ഇസ്ലാമി, ആ സംഘടന അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ പുച്ഛിക്കുന്നതിൽ അവർക്ക് യാതൊരു വൈമനസ്യവും ഉണ്ടായതായി നമുക്കറിയുകയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ കളിയാക്കുന്നതിൽ ഒരു മടിയും ഉളുപ്പും അവർക്കുണ്ടായതായി നമുക്കറിയുകയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ, താടിയും അതുപോലെ നെരിയാണിക്ക് മുകളിലുള്ള വസ്ത്രവുമെല്ലാം അവരുടെ ദ്രംഷ്ടകൾക്ക് ഇരയായത് നമ്മൾ കണ്ടതാണ്. എന്നിട്ട് അവരുണ്ടാക്കിയ മൻഹജും മദ്ഹബും എന്താണ്? അവരതാ സിനിമകൾ ഇറക്കുന്നു, ദഅവത്തിന് വേണ്ടി സിനിമകൾ, ആണും പെണ്ണും ഒരുമിച്ച് സിനിമകളിൽ ആളുകൾക്ക് മുന്നിലെത്തുന്നു. എന്തിനാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീന് പറയാൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീന് പഠിപ്പിക്കാൻ ആണും പെണ്ണും കൂടിക്കലർന്ന് കളിക്കുന്ന സിനിമ, ഔറത്ത് വെളിവാക്കുന്ന പെണ്ണ്. എന്തിനെ? ദീന് പഠിപ്പിക്കാൻ, റസൂലുള്ളാഹിന്റെ ദീന് പഠിപ്പിക്കാൻ. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നില്ലേ, ഒരു അന്യപുരുഷൻ അവന്റെ കയ്യെ ഒരു അന്യ സ്ത്രീയുടെ കയ്യിൽ വെക്കുക അല്ലെങ്കിൽ സ്പർശിക്കുക എന്നത് അവന്റെ തലയിൽ ആണിയടിക്കുന്നതിനേക്കാൾ അവന് ഏറ്റവും അപകടകരമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് നമുക്കറിയുന്നതല്ലേ. ഒരു പുരുഷനും സ്ത്രീയും ഒറ്റക്കായാൽ മൂന്നാമതായുള്ളത് ശൈത്താനാണെന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകൾ നമുക്കറിയാവുന്നതല്ലേ. എന്നിട്ട് സിനിമകളിലൂടെ ഇത്തരം ആഭാസങ്ങൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിച്ചിട്ട് അത് ഇസ്ലാമാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഇത്തരക്കാർ, അവർ പിന്നെ പൊതുവെ അഹ്ലുസുന്നയാണ് ഞങ്ങളൊന്നും പറഞ്ഞിട്ട് വരാറില്ല, അങ്ങനെ കാണാറില്ല. കാരണം അതൊന്നും അവർക്ക് വലിയ വിഷയമല്ല. ആകുള്ള വിഷയം ഭരണം പിടിക്കണം. അതിനുവേണ്ടി ഞങ്ങൾ സോളിഡാരിറ്റി ഉണ്ടാക്കി, അതിനുവേണ്ടി ഞങ്ങൾ പോപ്പുലർ ഫ്രണ്ടായി, അതിനുവേണ്ടി ഞങ്ങൾ വേറെ എന്തൊക്കെയാണോ അതൊക്കെ ആയി. അതാണ് അവരുടെ ലക്ഷ്യവും ചിന്തയും ബോധവും. അതിനുവേണ്ടി ഞങ്ങൾ ചാനലും ഉണ്ടാക്കി, അതിൽ മ്യൂസിക് പ്ലേ ചെയ്തോ നമുക്ക് പ്രശ്നമില്ല. അതിനുവേണ്ടി ഔറത്ത് കാണിക്കുന്ന പെണ്ണുങ്ങളുടെ പ്രദർശനമുണ്ടായോ ഞങ്ങൾക്ക് പ്രശ്നമില്ല. കാരണം ഞങ്ങളുടെ ലക്ഷ്യം ഇതൊന്നുമല്ല, മറിച്ച് ഞങ്ങളുടെ ലക്ഷ്യം ഭരണമാണ്. ഭരണം സ്ഥാപിച്ചെടുക്കണം, ഇതല്ലാത്ത മറ്റൊരു ലക്ഷ്യവും നമുക്കില്ല എന്ന ബാനറിൽ, അല്ലെങ്കിൽ അതുപോലെ അത് ആദർശമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക് ബ്രദർഹുഡും അതിൻ്റെ അനുയായികളായ ജമാഅത്തെ ഇസ്ലാമിയും, അവർക്കും അഹ്ലുസുന്നയാണ് എന്ന് നമ്മളെന്ന് പറയാൻ എന്തർഹതയാണ് ഉള്ളത് എന്ന് സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കണം. ഞാനീ പറഞ്ഞു തരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്?
എല്ലാവരും പറയുന്ന അഹ്ലുസുന്ന. നമ്മൾ മണ്ടന്മാരാണോ? നമ്മൾ വിഡ്ഢികളാണോ? നമ്മളോട് കാര്യം ചോദിക്കട്ടെ. നമ്മളോട് ആരെങ്കിലും പറയുകയാണെങ്കിൽ എല്ലാവരും പറയുന്നു 1+1 = 2 3 4 എന്ത് വേണം ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക നമ്മൾ? അത് വിശ്വസിക്കൂല. കാരണം എന്താണ്? 1 1 2. അതുപോലെ തന്നെ ഇതൊക്കെ പറയുന്നതൊക്കെ അഹ്ലുസുന്നത്താണ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെ നമ്മൾ വിശ്വസിക്കുക? എല്ലാവരും പറയുന്നു അഹ്ലുസുന്ന, അതുകൊണ്ട് നമുക്ക് അഹ്ലുസുന്ന തന്നെ വേണ്ട, അതൊന്നും തീരുമാനിക്കാൻ പറ്റുമോ? അങ്ങനെയും തീരുമാനിക്കാൻ പറ്റുകയില്ല. സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള കക്ഷികൾ നാട്ടിൽ ഒരുപാടാണ്. അതിൽപ്പെട്ട മറ്റൊരു കക്ഷിയാണ് നമ്മളുടെ നാട്ടിൽ ഇപ്പോൾ 100 നൂറ്റാണ്ട് അല്ലെങ്കിൽ 1 നൂറ്റാണ്ട് 100 വർഷത്തിൻ്റെ നവോത്ഥാന കാര്യങ്ങൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന, നൂറ്റാണ്ട് ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന മറ്റൊരു വിഭാഗം മുജാഹിദുകളെന്നറിയപ്പെടുന്ന വിഭാഗം. അവരെക്കുറിച്ച് പറയുമ്പോൾ പൊതുവെ എന്തിനാണ് അവരെക്കുറിച്ച് പറയുന്നത്? എന്തിനാണ് ഞങ്ങളെക്കുറിച്ച് പറയുന്നത്? ബാക്കിയുള്ളവരെ കുറിച്ച് പറഞ്ഞാൽ പോരെ? ഇവിടെ കുറേ തൗഹീദില്ലാത്ത ആൾക്കാരില്ല, അവരെക്കുറിച്ച് പറഞ്ഞാൽ പോരെ? ഞങ്ങളെക്കുറിച്ച് എന്തിനാണ് പറയുന്നത് എന്ന് പൊതുവെ ഒരു വിഷമം നിറഞ്ഞ രോദന നമ്മൾ കേൾക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അത് പറയാതിരുന്നാൽ എന്താണ് ഉണ്ടാവുക? ഇങ്ങനെയുള്ള ആളുകളാണ് തൗഹീദിൻ്റെ ആളുകളെന്ന് പറഞ്ഞ് സാധാരണക്കാരായ പാവങ്ങൾ വിചാരിക്കുന്നത് ഇതാണ് ഇപ്പോൾ തൗഹീദ്. ഈ സൗസറും കുപ്പായോട്ട് പിന്നെ വേദിയിൽ കയറി ഹുതുബക്കും കയറി പാൻറ്റും അതുപോലെ തന്നെയുള്ള ടീഷർട്ടും കെട്ടി ഇഞ്ചും ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ആളുകളെ നോക്കി, ഇപ്പുറത്തോ ശിർക്ക് പറയാനുള്ള ആളുകളോ നല്ല വെളുത്ത തലപ്പാവും അതുപോലെ തന്നെ വെളുത്ത വസ്ത്രമിട്ട് ഉസ്താദ്, ഇപ്പുറത്തെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി, ഡോക്ടർ, MBBS, എന്നിട്ട് വേഷം പറഞ്ഞ സാധനം. ഇത് കണ്ട ഒരു സാധാരണക്കാരൻ എന്താ വിചാരിക്കുക? ശിർക്ക് തന്നെ ശരി. ഈ ഉസ്താദുമാരൊക്കെ പറയുന്നത് തെറ്റും ഈ ചെക്കന്മാർ പറയുന്നത് ശരിയും എന്ന് ആർക്കെങ്കിലും തോന്നുമോ? ഒരു സാധാരണക്കാരൻ്റെ ചിന്താഗതിയിൽ ഈ സ്റ്റേജുമ്മ കയറി സർക്കസ് കളിക്കുന്ന ആളുകളെ കണ്ടിട്ട് തൗഹീദ് മനസ്സിലാക്കുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് നമ്മളത് വ്യക്തമാക്കേണ്ടത് അനിവാര്യമാണ്. നമ്മൾ അതുകൊണ്ടാണ് വ്യക്തമാക്കുന്നത്. ഇതൊന്ന് ആലോചിച്ച് നോക്കുക. അഹ്ലുസുന്നത്തി വൽ ജമാഅ അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേഷം ധരിക്കുമെന്നാണോ? അതല്ല ബുഷിൻ്റെയും ഒബാമയുടെയും അതുപോലെ തന്നെ നെതന്യാഹുവിൻ്റെയും വേഷം ധരിക്കുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? ആരുടെ വേഷം അവർ ധരിക്കുക? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വേഷം എന്തായിരിക്കും? സ്വഹാബികളും അതുപോലെ തന്നെ സലഫുകളും മുസ്ലിമീങ്ങളും പൊതുവെ ധരിച്ച വേഷമാണോ? അതല്ല ഈ നേരത്തെ പറഞ്ഞ ഒബാമയും ഹിറ്റ്ലറും അതുപോലെയുള്ള ആളുകളും ഒക്കെ ധരിച്ച വേഷമാണോ അവരുടെ വേഷം ഉണ്ടാകുക? സ്വാഭാവികമായിട്ട് ഒരിക്കലും ഉണ്ടാവില്ല. മറിച്ച് അവർ മുസ്ലിമീങ്ങളുടെ വേഷം ധരിക്കുന്നവരായിരിക്കും. അത് കാണുമ്പോൾ ഒരു സ്വാഭാവികം സാധാരണക്കാരൻ എന്താണ് കരുതുക? ഇതേതായാലും സത്യമാകാൻ സാധ്യതയില്ല, തൗഹീദ് ഏതായാലും ശരിയാകാൻ സാധ്യതയില്ല. ഇത്തരത്തിലുള്ള ആളുകൾ തൗഹീദ് പറഞ്ഞതുകൊണ്ട് അതിനെ വെറുത്തവരും ഒരുപാടുണ്ടാകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നേർവഴിയിലാക്കട്ടെ. ഇക്കൂട്ടരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നേർവഴിയിലാക്കട്ടെ. സഹോദരങ്ങളെ, ആ ആളുകൾ ഇന്നിതാ നമ്മളെക്കുറിച്ച് പലതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തീവ്രവാദികളാണ്, നമ്മൾ ISISൻ്റെ രഹസ്യ സെല്ലുകളാണ്, സ്ലീപ്പർ സെല്ലുകളാണ്, സിറിയയിലേക്ക് കൊണ്ടുപോകുന്നവരാണ്, അതുപോലെ അജ്മൽ കസബിൻ്റെ പോലത്തെ താടി വെച്ചവരാണ്, അതുപോലെ തന്നെ വീട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവരാണ്, ഈ അടുത്ത പള്ളികളിൽ മുഴങ്ങിക്കേട്ട ശബ്ദങ്ങളാണിതൊക്കെ. സഹോദരങ്ങളെ, നന്മണ്ട എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു കണ്ണീർ പ്രവാചകൻ, ആ ആളുടെ പ്രധാന ജോലി 1 ഇത്തരം കണ്ണീരും 2 ഇത്തരം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ കീറിവലിക്കലുമാണ്. ഇത് പറയാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല. മുസ്ലിം ഉമ്മത്ത് സത്യമാണെന്ന് കരുതിക്കൊണ്ട് പോകുന്ന വഴികൾ ഏതൊക്കെയാണ്? ഇതുപോലെയുള്ള ആളുകളാണ് സത്യമെന്ന് കരുതിക്കൊണ്ട് സഞ്ചരിക്കുന്ന ആളുകളെ യഥാർത്ഥത്തിലുള്ള സുന്നത്തിന്റെ മാർഗത്തിലേക്ക് നിങ്ങൾ കടന്നു വരേണ്ടതുണ്ട്. വിസ്ഡവും അതുപോലെ തന്നെ കേന്നവും തമ്മിൽ തല്ലിലാണ്. എന്തിനാണ് തല്ലുകൂടുന്നത്? അവർക്ക് തന്നെ അറിയുകയില്ല. ഞങ്ങളെ ചവിട്ടിപ്പുറത്താക്കിയതിൻ്റെ പേരിലാണെന്ന് അവർ പറയുന്നു. മറ്റവർ തൗഹീദിന്റെ പേരിലാണ്, ശിർക്കിന്റെ പേരിലാണെന്ന് പറയുന്നു. ഇവർ നേരെ തിരിച്ചും പറയുന്നു. അവർക്ക് തന്നെ ആ വിഷയത്തിൽ തീർപ്പായിട്ടില്ല. അതിൽ നിന്നും ഇറങ്ങിപ്പോയ പല ആളുകളുമുണ്ട്. അന്ന് മുന്നേ നിഷേധിച്ച പല കാര്യങ്ങളും, ഹറാമായിരുന്ന പല കാര്യങ്ങളും എന്നിതാ ഹലാലായിരിക്കുന്നു. അന്ന് പാടില്ലാത്ത പലതും ഇതാ ഹലാലായി കൊണ്ടുവന്നിരിക്കുന്നു.
ഇന്ന് എന്താണോ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന ബിദഅത്തിന്റെ സംഘടന എങ്ങനെയാണോ പോയിക്കൊണ്ടിരിക്കുന്നത്, അതിനെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിന്തുടരാൻ വേണ്ടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മറ്റൊരു സംഘമുണ്ട്. സക്കരിയ സ്വലാഹിയുമായി ബന്ധപ്പെട്ട് പിന്നീടുണ്ടായ ഒരു സംഘം. ആ സംഘം അതിനുവേണ്ടി മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ തമ്മിൽ ഇപ്പോൾ തമ്മിൽ പോരിലും പ്രശ്നത്തിലുമാണ്. എന്തിനാണ് തല്ലുകൂടുന്നത് നമുക്കറിയുകയില്ല. ബിദഅത്തിന്റെ ആളുകളുടെ ലക്ഷണമാണ് തമ്മിൽ തല്ല് എന്നത് അറിയപ്പെട്ടതാണ്. തമ്മിൽ തല്ലും ഫുർഖത്തും അത് ബിദഅത്തിന്റെ ആളുകളുടെ ലക്ഷണമാണ്. ഒരുമയും ഐക്യവും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളുടെ ലക്ഷണമാണ്. സഹോദരങ്ങളെ, ഒരിക്കലും ഈ ഒരുമ ഐക്യം എന്ന് പറഞ്ഞാൽ ബിദഅത്തിന്റെയും ബാത്തിലിന്റെയും പേരിലല്ല, മറിച്ച് ഹക്കിന്റെ പേരിൽ ഒരുമിക്കാവുന്നവരെല്ലാം ഒരുമിക്കുക. അതുപോലെ തന്നെ ബിദഅത്തിന്റെ ആളുകളുടെ അവസ്ഥയോ, അവർ ബാത്തിലിന്റെ ആളുകളെ പലതിനെയും ഒരുമിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ താനെ അത് പിളർന്നു പോകുന്നതും നമുക്ക് നമ്മളുടെ കൺമുന്നിൽ കാണാൻ സാധിക്കാവുന്നതാണ്. പണ്ട് ജമാലുദ്ദീൻ അഫ്ഗാനിയും അതുപോലെ തന്നെ മുഹമ്മദ് അബ്ദയും അതുപോലെ തന്നെയുള്ള ആളുകളും റഷീദ് റിളയും ഒക്കെ കൊണ്ടുവന്ന ആശയങ്ങളും ആദർശങ്ങളും ഈ നാട്ടിൽ പ്രചരിപ്പിച്ചുകൊണ്ട് 100 വർഷം തികക്കുന്ന ആളുകൾ, അതിന് ഏത് കക്ഷിയാകട്ടെ, മുജാഹിദിന്റെ ഏത് കക്ഷിയാകട്ടെ, അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരിക്കലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളിൽ പെട്ടവരല്ല എന്ന് നമ്മൾ വ്യക്തമായി പറയാൻ കാരണം ഈ ആളുകളെ കണ്ടുകൊണ്ട് സുന്നത്തിന്റെ ആളുകളെ മനുഷ്യർ തെറ്റിദ്ധരിക്കാതിരിക്കാനാണ്, സാധാരണക്കാർക്ക് തെറ്റുപറ്റാതിരിക്കാനാണ്, ആളുകൾക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാകാൻ വേണ്ടിയാണ് ഇത് മനസ്സിലാക്കി കൊടുക്കുന്നത്. സഹോദരങ്ങളെ, ഇവരുടെ പിഴവുകൾ എണ്ണാൻ തുടങ്ങിയാലും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. തീർച്ചയായും അത്തരം കാര്യങ്ങൾ അത് പഠിക്കുകയും അന്വേഷിക്കുകയും ചെയ്യൽ നമ്മളുടെ ബാധ്യതയാണ്. ആ ആളുകൾ സ്ത്രീകളുടെ വിഷയത്തിലാകട്ടെ, സ്ത്രീകളും പുരുഷന്മാരും കൂടിക്കലരുന്ന വിഷയങ്ങളിലാകട്ടെ, സ്ത്രീകളെ പഠിപ്പിക്കുന്ന അധ്യാപകന്മാരുടെ അവസ്ഥകളാകട്ടെ, അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ ഓരോന്നും എടുത്ത് ചികഞ്ഞന്വേഷിച്ചാൽ, അതുപോലെ തന്നെ ലിബറലിസവും അതുപോലെ തന്നെയുള്ള ആശയങ്ങളും പ്രസംഗിക്കാൻ വേണ്ടി തൊണ്ടവാടകക്കെടുത്തു കൊണ്ടുവന്ന KT ജലീലിനെ പോലുള്ള ആളുകളെ പ്രസംഗിപ്പിച്ചുകൊണ്ട് അങ്ങനെ ആളുകൾക്ക് മുന്നിൽ ഇസ്ലാമിനെതിരായ സംസാരങ്ങൾ സ്വന്തം വേദികളിൽ നിന്ന് പോലും ഉയർത്തേണ്ടി വന്നിട്ടുള്ള ആളുകൾ ഈ മുജാഹിദ് വിഭാഗങ്ങളിലുണ്ട്. ഈസാ അലൈഹിസ്സലാമിനെ കുറിച്ച് ഇപ്പോഴും തീർപ്പ് വന്നിട്ടില്ലാത്ത ആളുകൾ ഈ തരത്തിലുള്ള ആളുകൾക്കിടയിലുണ്ടെന്ന് അവരുടെ പ്രബന്ധങ്ങളും അവരുടെ തർക്കത്തിൻ്റെയും വിതർക്കത്തിൻ്റെയും ഗ്രന്ഥങ്ങളും എഴുത്തുകുത്തുകളും നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. എന്തിനധികം ഇവരുടെ സ്ഥാപകനായ ഉമർ മൗലവി പോലും അവസാനം പറയേണ്ടി വന്നു, മുൻഗാമികൾ ഇതിനെ സ്ഥാപിച്ച ആളുകൾ എങ്ങാനമെന്ന് ജീവിച്ചിരുന്നെങ്കിൽ അവർ പറഞ്ഞേനെ നമ്മളുണ്ടാക്കിയ കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ ഇന്നില്ലല്ലോ എന്ന് പറയേണ്ട അവസ്ഥ വന്നേനെ എന്ന് പറയുന്ന അവസ്ഥയിൽ 1900 അവസാനങ്ങളിൽ തന്നെ ഉമർ മൗലവി ഇത് പറഞ്ഞുകൊണ്ട് മരണപ്പെട്ട അവസ്ഥ പോലും ഉണ്ടായെങ്കിൽ അതിന് ശേഷമുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമ്മൾ ആലോചിച്ചാൽ മതി. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മളുടെ നാട്ടിലുള്ള ഇത്തരം വിശുദ്ധമാകട്ടെ അതുപോലെ തന്നെയുള്ള ആളുകളാകട്ടെ, അവർക്കെല്ലാവർക്കും ഫണ്ട് നൽകിക്കൊണ്ടിരിക്കുന്ന ഇഹ്യാ തുറാത്തുൽ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന, കുവൈത്തിലുള്ള ആ സംഘടനയെക്കുറിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്, അന്വേഷിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട സംസാരങ്ങൾ അന്വേഷിച്ചാൽ പഠിച്ചാൽ നമുക്ക് കാണാവുന്നതാണ്. സഹോദരങ്ങളെ, ഈ പറഞ്ഞതിൻ്റെ ഒക്കെ ആകത്തുക അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ബാധ വ്യക്തമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമും സ്വഹാബത്തും ചെയ്തതെന്താണോ, സലഫുസ് സാലിഹീങ്ങൾ എങ്ങനെയാണോ ഇങ്ങനെ ആചരിച്ചു പോന്നത്, അതുപോലെ ജീവിക്കുന്ന ആളുകൾ അവരാകുന്നു അഹ്ലുസുന്നത്തി വൽ ജമാഅ. അവരുടെ കൂടെ കൂടൽ നിർബന്ധമാണ്. അവരേതെങ്കിലും സംഘടന ഉണ്ടാക്കാനോ അതിലാളെ കൂട്ടാനോ അതിനെ വീഡിയോ പിടിക്കാനോ അല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. മറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൻ്റെയും കാലത്ത് എങ്ങനെ അവർ കൂടെ നിന്നോ അങ്ങനെ കൂടെ നിൽക്കുക എന്നതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. പല ആളുകളും സംഘടനയും മറ്റുമൊക്കെ വലിയ ദഅവത്തിൻ്റെ വിഷയമാക്കുകയും അത് വാജിബാക്കുകയും ചെയ്ത അവസ്ഥ വരെ നമ്മളുടെ നാട്ടിലെ മുജാഹിദുകൾക്കിടയിൽ നിറഞ്ഞു നിൽക്കാറുള്ള, പ്രകടമായി കാണാറുള്ള വിഷയങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കും സത്യത്തിൻ്റെ ബാന്ധാവ് വ്യക്തമാക്കാൻ ഉള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കോഴിക്കോട്ടെ സഹോദരങ്ങളാണ്. ആ സഹോദരങ്ങളുടെ അടുക്കലിതാ നമുക്ക് പഠിക്കാൻ അൽഹംദുലില്ലാ അവസരമുണ്ട്. നമ്മളുടെ ഉസ്താദായ അബൂ മുഫ്ലിഹ് ഉസ്താദും അതുപോലെ തന്നെ നമ്മളുടെ ഉസ്താദായ അബൂ ബിലാൽ ജംഷീർ ഹഫിദഹുല്ലാ, അവർ രണ്ടുപേരും യമനിലുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കളുടെ അടുക്കൽ നിന്നും പഠിച്ച, ഇൽമ സ്വീകരിച്ച, പഠിച്ചിട്ടുള്ള ആളുകളാണ്. ഇരുന്ന് പഠിച്ചിട്ടുള്ള
ആ സഹോദരന്മാർക്കിടയിലേക്ക് അരികിലേക്ക് അൽഹംദുലില്ലാ പഠിക്കാനും അന്വേഷിക്കാനും നമുക്ക് കടന്നു ചെല്ലാനുള്ള അവസരം സൗജന്യമായി നമുക്ക് ഇന്ന് കോഴിക്കോട് അവൈലബിളാണ്, നമുക്ക് ലഭ്യമാണ്. കോഴിക്കോട് വട്ടംപൊയിലുള്ള ദാറുൽ ഇഖ്ലാസ് മർക്കസിൽ സൗജന്യമായി ഖുർആൻ പഠിക്കാൻ, ഹിഫ്ളിനും അതുപോലെ തന്നെ ഹദീസ് പഠിക്കാനും അറബി ഭാഷ പഠിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ ഏത് പ്രായക്കാർക്കും, ഏത് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവനും, ഏതവസ്ഥയിലുള്ളവനും പഠിക്കാനുള്ള സൗകര്യം നമുക്കിന്ന് അവൈലബിളാണ്. അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. സത്യത്തിൻ്റെ ആളുകളിൽ നിന്നും ദീന് സ്വീകരിക്കാൻ, സത്യത്തിൻ്റെ ആളുകളുടെ കൂടെ നിൽക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മളുടെ സഹോദരങ്ങൾ ഫലസ്തീനിലും അതുപോലുള്ള സ്ഥലങ്ങളിലും പ്രയാസപ്പെടുന്നുണ്ട്. സിറിയയിലും മറ്റുമൊക്കെ മുസ്ലിമീങ്ങളെന്ന് പ്രയാസത്തിലാണ്. നമുക്കറിയാം, പത്രവാർത്തകൾ അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് അത് തന്നെയാണ്. സഹോദരങ്ങളെ, അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ച് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഉപദ്രവിക്കുന്നവരുടെ കരങ്ങൾ അതിനെ അടക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയും സത്യമായി മനസ്സിലാക്കാനും അതിനെ സ്വീകരിക്കാനും അതിനെ പിന്തുടരാനും ബാത്തിലിനെ ബാത്തിലായി കാണാനും മനസ്സിലാക്കാനും അതിനെ തള്ളിക്കളയാനും ഉള്ള തൗഫീഖ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഓരോ സഹോദരങ്ങൾക്കും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഓരോ ഉസ്താദന്മാർക്കും അവരെ പഠിപ്പിച്ച ഓരോ മശായിഖന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ ഓരോരുത്തരുടെയും മാതാപിതാക്കൾ മരണപ്പെട്ടവരും ജീവിച്ചിരിക്കുന്നവരുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് റഹ്മത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും അതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്നവർക്കും മഗ്ഫിറത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഓരോരുത്തർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ. സഹോദരങ്ങളെ, ഇവിടെ ഈ പ്രഭാഷണം കേൾക്കാൻ വേണ്ടി ഒത്തുകൂടിയ ഓരോരുത്തർക്കും ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഉസ്താദന്മാർക്ക് ഞാൻ നന്ദി പറയുകയാണ്. സഹോദരങ്ങളെ, തീർച്ചയായും അവർക്ക് നന്ദി കാണിക്കുക എന്നത് നമ്മളുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശുക്ർ ചെയ്യുന്ന ആ സ്വഭാവം ശീലിക്കുന്ന ആളുകളിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അതുപോലെ തന്നെ നമുക്ക് വേണ്ടി മൈക്കും അതുപോലെ വേദിയും ഒക്കെ ഒരുക്കി തന്ന അതിൻ്റേതായ ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. കുറിച്ച് ഇമാമിങ്ങളുടെ നിലപാട് ഒന്നാണ്. അവരെ ഒഴിവാക്കുക, ഹുജ്റാനു അഹ്ലിൽ ബിദ്അ എന്നത് നമ്മളുടെ മുൻഗാമികൾക്ക് ഏകോപിച്ചിട്ടുള്ള അഭിപ്രായമാണ്. സഹോദരങ്ങളെ, ഞാൻ ഇതൊക്കെ പറഞ്ഞു തന്നത് ഈ ബിദ്അത്തുകാർ, സുന്നത്തിന്റെ ആളുകൾ എന്ന് പറയുന്നത് കേവലം ചില വാക്കുകളും അതൊന്നും നമ്മൾ ഗൗനിക്കേണ്ടതില്ല എന്നുമൊക്കെ കരുതി വിടേണ്ട വിഷയം